ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാരൻ ചിന്തിക്കും നിലപാടില്ലായ്മയോ നിന്റെ പേരോ CPM എന്നുള്ളത്. കാരണം അത് വഴിയേ അറിഞ്ഞോളൂ. ശ്രീ അനിൽകുമാർ, ശബരിമല യുവതീ പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധിക്ക് സ്റ്റേ ഇല്ല. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും. CPM പറഞ്ഞിരുന്നത് ഇത് സ്ത്രീ സമത്വത്തിന്റെ വിഷയമാണ്. അതിനാണ് വനിതാ മതിൽ കെട്ടിയത്, നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. ആ നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? കാരണം പാർട്ടി അത് ഔദ്യോഗികമായി എവിടെയും തിരുത്തിയതായി കേട്ടില്ല. സുകുമാരൻ നായർ പറയുന്നു തിരുത്തിയെന്ന്. അത് ശരിയാണോ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അതിലെ വ്യത്യാസം പറയാം. ഈ കോടതി വിധി വന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ബഹുമാനപ്പെട്ട പഴകുളം മധുവിന് രാഹുൽ ഗാന്ധി എന്നൊരു പേര് കേട്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണ്? രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സ്വാഗതം ചെയ്തതാണ്. നാമജപ ഘോഷയാത്ര വിഴുങ്ങിക്കളയാമെന്ന് പറഞ്ഞാൽ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം കോൺഗ്രസും BJPയും കൂടി. ആ കൂടിയ കളരിയിൽ ഞങ്ങളില്ല എന്ന് അവർ അന്നേ വ്യക്താക്കിയതാ. ആ കൂടിയവരുടെ ഉദ്ദേശം ശബരിമലയെ രക്ഷിക്കാനല്ല, ആചാരത്തെ രക്ഷിക്കാനല്ലെന്ന് ശബരിമല യുവതീ പ്രവേശന വിധിക്ക് സ്റ്റേ ഇല്ലാത്തിടത്തോളം ഇപ്പോൾ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെയും ആ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? പരസ്യമായി പാർട്ടി എവിടെയും നിലപാട് തിരുത്തിയതായി അറിയില്ല. അന്ന് പറഞ്ഞിരുന്ന നിലപാട് യുവതീ പ്രവേശനം സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രഖ്യാപിക്കാനാണ് വനിതാ മതിൽ കെട്ടിയത്, അത് പ്രഖ്യാപിക്കാനാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് NSSന് ഉറപ്പ് കൊടുത്തതായി ജനറൽ സെക്രട്ടറി പറയുന്നു. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? യുവതീ പ്രവേശനത്തിൽ CPM നിലപാട് തിരുത്തിയിട്ടുണ്ടോ? ഒന്നുകിൽ ഞാൻ സംസാരിക്കാൻ എന്നെ അനുവദിക്കുക. എന്റെ സംസാരത്തിനിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ 6 തവണ ഇടപെടുകയാണ്. എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോൾ എന്നെ കൂടെ പറയാൻ അനുവദിപ്പിക്കാതെ നിങ്ങളുടെ തലയിലുള്ള എന്റെ ചോദ്യം ഞാൻ പറയുന്നത് അല്ലല്ല പറയട്ടെ ഞാൻ പറയട്ടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. എന്റെ ചോദ്യം അന്ന് വെയിലത്ത് മതിൽ കെട്ടാൻ വന്ന സ്ത്രീകൾ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തെന്ന് വിശ്വസിക്കണം? CPMന്റെ നിലപാട് ഇപ്പോൾ എന്തെന്ന് അവർ വിശ്വസിക്കണം? അത് തന്നെ വ്യക്തത വരുത്താം. ആ സ്ത്രീകൾക്ക് മുമ്പിൽ അഭിമാന പുരസ്സരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് എന്താണ്? ഒരു 30 കൊല്ലമായി കേരളത്തിൽ സംവിധാനമുണ്ട്, കുടുംബശ്രീ. നിഷ വഴിയിലേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കണം സ്ത്രീ പദവി ഉയർന്നോന്ന് നിഷ വഴിയിലേക്ക് ഇറങ്ങി ചോദിക്കണം. ഇല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് ചോദിക്കണം സ്ത്രീ പദവിയുടെ വളർച്ച ഈ കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് നവകേരളം. അതുകൊണ്ട് സ്ത്രീ പദവി ഉയർത്താൻ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ.